എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റായ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ ഉപ്മാവാണ്. അതിനായി സവോള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് എന്നിവയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒരു സോഫ്റ്റും ഉണ്ടാകും, നല്ലൊരു മണവും ഉണ്ടാകും. അതുകൊണ്ടാണ് നെയ്യ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് 1 സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി ചൂടായ ശേഷം കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ചൂടായി കടുക് പൊട്ടിയ ശേഷം ഇനി കടലപ്പരിപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പരിപ്പ് ചേർത്തിയ ശേഷം മാത്രമാണ് നമ്മൾ സവാളയെല്ലാം അരിഞ്ഞ് വെച്ചത് ചേർക്കുന്നത്. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് 1 സെക്കൻഡ് ചൂടായ ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. 1 സെക്കൻഡ് ചൂടായി. ഇനി നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പച്ചമുളകില്ല, അരിമുളകാണ് ഉള്ളത്. അതാണ് നമ്മൾ അരിമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർത്താനുള്ളത് കറിവേപ്പിലയാണ്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സവാള നല്ലൊരു ബ്രൗൺ കളർ ആവണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉപ്മാവിൻ്റെ കളറിന് മാറ്റം വരും. ചെറിയൊരു കളറ് മാറ്റം വന്ന ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും 1 ബൗൾ റവയാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ബൗൾ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നത്. ഇനി വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച ശേഷം നമ്മൾക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ബൗൾ റവയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 ബൗൾ വെള്ളം ചേർത്ത് കൊടുത്തത്. നന്നായി തിളച്ച ശേഷം കുറച്ച് റവ ചേർത്ത് നമ്മൾക്ക് ഈ ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ ഉപ്മാവിൻ്റെ കട്ട പിടിക്കില്ല റവ, അല്ലെങ്കിൽ നമ്മൾക്കൊരു കട്ടയായി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾക്കിങ്ങനെ കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ റവ കട്ട പിടിക്കാണ്ട് തന്നെ ഉപ്മാവ് നല്ലൊരു പരുവത്തിൽ തന്നെ കിട്ടും. നമ്മളിതിലെ വെള്ളമെല്ലാം പാകമാണ്. കണ്ടില്ലേ, ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്താൽ ഉപ്മാവ് നല്ല സോഫ്റ്റായി തന്നെ നമ്മൾക്ക് കിട്ടും, കട്ട പിടിക്കില്ല. നന്നായി ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇളക്കി കൊടുത്തു. ഇപ്പം നമ്മുടെ ഉപ്മാവ് നല്ല പൊടിയായി നല്ല സോഫ്റ്റായി. എല്ലാവരും ഇതുപോലൊന്ന് ഉപ്മാവ് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.